ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മാജിക് മീഡിയ 123 യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഭിലാഷ്. തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടത്തുള്ള റോയൽ എൻഫീൽഡിന്റെ ഷോറൂമായ എംപയർ മോട്ടോഴ്സിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അടിപൊളി ഒരു പ്രൊഡക്റ്റ് ആണ്. ഇത് ഈ ഒരു പ്രൊഡക്റ്റിന്റെ പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല. ഞാൻ യൂസ് ചെയ്തപ്പോൾ എന്തുകൊണ്ട് നല്ലൊരു പ്രൊഡക്റ്റ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ നിങ്ങൾക്ക് കൂടി പരിചയപ്പെടുത്തി തരണമെന്ന് തോന്നി. എംഐയുടെ കമ്പനി അവതരിപ്പിച്ചിരിക്കുന്ന ഈ ഒരു പ്രൊഡക്റ്റിന്റെ പേരാണ് പോർട്ടബിൾ ഇലക്ട്രിക് എയർ കംപ്രസർ. പേര് കേട്ടപ്പോൾ തന്നെ പലർക്കും മനസ്സിലായി കാണും, നമ്മുടെ വാഹനങ്ങളുടെ ടയറുകളിൽ എയർ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് ആൾറെഡി നമ്മൾ ഇത് പൊട്ടിച്ച് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ്. നിങ്ങൾക്ക് വേണ്ടി ഒന്നും കൂടി ഇതൊന്ന് അൺബോക്സിംഗ് ചെയ്യുകയാണ്. കൂടുതൽ പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നില്ല. നമുക്ക് ആദ്യമേ തന്നെ എയർ പമ്പ് പുറത്തെടുത്ത് കാര്യങ്ങളിലേക്ക് പോവാം. എയർ പമ്പ് നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഒറ്റ നോട്ടത്തിൽ എയർ പമ്പാണെന്നൊന്നും തോന്നത്തില്ല. ചെറിയൊരു പവർ ബാങ്കിന്റെ ഒക്കെ ഒരു കട്ടാണ് ഇതിനുള്ളത്. വളരെ സിമ്പിളും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഇത് നമുക്ക് നമ്മുടെ ചാർജർ ഉപയോഗിച്ച് എളുപ്പത്തിൽ ചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു ഫ്ലെക്സിബിൾ ഹോസ് ആണ്. ഇതിന് സെപ്പറേറ്റ് ഒരു ഓൺ ഓഫ് സ്വിച്ച് ഇല്ല. ഈ ഒരു ഹോസ് ഇതിൽ നിന്ന് ഊരിയെടുക്കുമ്പോൾ ഇത് ഓൺ ആകുന്നതാണ്, ഓട്ടോമാറ്റിക്കലി ഓൺ ആകുന്നതാണ്. അതുപോലെ തന്നെ നമുക്കിത് തിരിച്ച് ഓഫ് ആകണമെങ്കിൽ ഈ ഒരു ഹോസ് തിരിച്ച് അതിലേക്ക് വെക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഓഫ് ആകുന്നതാണ്. അത് കഴിഞ്ഞ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരു മിനി ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ്. ഈ ഒരു സ്ക്രീനിലാണ് നമ്മുടെ വണ്ടിയിൽ എയർ എത്ര ഫില്ല് ആവുന്നുണ്ട്, എത്ര ഇപ്പോൾ ഉണ്ട് എന്നൊക്കെ അറിയാൻ സാധിക്കുന്നത്. പിന്നെ ബൈക്കിനും കാറിനും സൈക്കിളിനും ഫുട്ബോളിനും എല്ലാം സെപ്പറേറ്റ് സെറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 സ്വിച്ചസ് ആണ് ഇവിടെ എക്സ്ട്രാ കൊടുത്തിരിക്കുന്നത്. ഇടതുവശത്ത് കാണുന്നത് ചെറിയൊരു LED ലൈറ്റിന്റെ സ്വിച്ച് ആണ്. നമുക്ക് രാത്രി കാലങ്ങളിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വലതുവശത്ത് കാണുന്ന ഈ ഒരു സ്വിച്ച് സെറ്റിംഗ്സുകൾ സെറ്റ് ചെയ്യാനുള്ള ഒരു സ്വിച്ച് ആണ്. ഇതിൽ ഓരോ തവണ പ്രസ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് കാണാൻ സാധിക്കും മോഡലിൽ ഓരോ ഓപ്ഷനുകൾ മാറി മാറി വരുന്നത്. ബൈക്കിനും കാറിനും ഫുട്ബോളിനും എല്ലാം എയർ അടിക്കുന്ന സെറ്റിംഗ്സ് ചേഞ്ച് ചെയ്യുന്നതാണ് ഈ ഒരു സ്വിച്ച്. ബൈക്കിനെല്ലാം നമുക്ക് നോർമലി അറിയാം PSI യൂസ് ചെയ്താണ് എയർ അടിക്കുന്നത്. ഈ കാണുന്ന നടുക്കത്തെ സ്വിച്ച് ഞെക്കുമ്പോഴാണ് നമ്മുടെ കംപ്രസർ വർക്കായി തുടങ്ങുന്നത്. ഇപ്പോൾ നിങ്ങൾ കേട്ടതാണ് ഇത് വർക്കാകുമ്പോൾ ഉള്ള സൗണ്ട്. ഇനി നമുക്ക് ഇത് ഉപയോഗിച്ച് വണ്ടിയിൽ നേരിട്ടൊന്ന് എയർ അടിച്ച് നോക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ ഇത് യൂസ് ചെയ്ത് ആർക്കും എയർ അടിക്കാൻ സാധിക്കുന്നതാണ്. എയർ ഫുൾ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ഓഫ് ആവുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നതാണ് അവിടെ ഒരു പ്ലസ് ഓർ മൈനസ് ബട്ടണുകൾ. ഇതിൽ കാണിക്കുന്നത് പോലെ തന്നെ ഇതിന്റെ അറ്റഭാഗം തിരിച്ച് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇത് മൊത്തമായി ടൈറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ എത്ര എയർ പ്രഷർ ടയറിൽ ഉണ്ടെന്ന് സ്ക്രീനിൽ കാണിക്കുന്നതാണ്. നമുക്ക് 32 എയർ പ്രഷർ ഈ ഒരു ടയറിന് ആവശ്യമായിട്ടുള്ളത്. നമുക്കിത് മൊത്തമായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രമേ അറിയാൻ സാധിക്കൂ ഇനി എത്ര പോയിന്റ് എയർ ആണ് ഇതിലേക്ക് അടിച്ചു കൊടുക്കേണ്ടത് എന്ന്. ബൈക്കിലേക്ക് എയർ അടിക്കുന്നവർ PSI ഇട്ട് വേണം ഇത് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ഇവിടെ മൊത്തമായിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു. ടയറിൽ ഇപ്പോൾ ഉള്ള എയർ പ്രഷറിന്റെ അളവ് 31 ആണ്. നമുക്ക് ഒരു പോയിന്റ് മാത്രമാണ് ഇതിലേക്ക് എയർ അടിച്ചു കൊടുക്കേണ്ടത്. ഇനി നമ്മൾ സെന്ററിലുള്ള ആ ഒരു സ്വിച്ച് ഞെക്കിക്കഴിഞ്ഞാൽ ഇതിലേക്ക് എയർ കംപ്രസ് ചെയ്ത് തുടങ്ങുന്നതാണ്. ഇപ്പോൾ നമുക്ക് ടയറിലേക്ക് ആവശ്യമുള്ള 32 പോയിന്റ് ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു ക്ലിക്കും കൂടെ ചെയ്യുമ്പോൾ ഇത് ഓഫ് ആകുന്നതാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ ഇത്ര എളുപ്പത്തിൽ ഇത് ഉപയോഗിച്ച് എയർ അടിക്കാൻ സാധിക്കുന്നതാണ്. കാറ് പോലുള്ള വണ്ടികളുടെ ഒരു ടയറിൽ അടിക്കാൻ കമ്പനി പറയുന്ന ടൈം എന്ന് പറയുന്നത് 6 മുതൽ 10 മിനിറ്റ് വരെയാണ്. ടയറിൽ ഒട്ടും എയർ ഇല്ലാതിരിക്കുന്ന സാഹചര്യങ്ങളാണ് 10 മിനിറ്റ് വരെയൊക്കെ എടുക്കുന്നത്. എന്തൊക്കെ തന്നെയായാലും ഈ ഒരു കുഞ്ഞു പ്രൊഡക്റ്റിൽ നിന്നും ഇത്രയും വലിയൊരു യൂസ് കിട്ടുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. നമ്മളൊരു റൈഡൊക്കെ പോകുന്ന സമയത്ത് ചെറിയ കമ്പിയോ വല്ലതും കയറി ടയർ പഞ്ചറായി പോകുന്ന സാഹചര്യം വന്നാൽ പോലും ഇതുകൊണ്ട് ടയറിൽ എയർ ഫുള്ളായി ഫില്ല് ചെയ്തതിന് ശേഷം അടുത്തുള്ള ടയർ ഷോപ്പിൽ വണ്ടി എത്തിക്കാവുന്നതാണ്. ട്യൂബ്ലെസ് ടയറിൽ സ്വന്തമായിട്ട് നിങ്ങൾക്ക് തന്നെ എങ്ങനെ പഞ്ചർ ഒട്ടിക്കാമെന്നുള്ള ഒരു വീഡിയോ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുക. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. തുടർന്നും ഇതുപോലുള്ള ഇൻഫർമേഷൻ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉറപ്പായിട്ടും ഉണ്ടാവണം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും മാജിക് മീഡിയ 123 സൈനിങ് ഔട്ട്.